പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് തന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിൽ നമുക്ക് കിടന്നുറങ്ങുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രഭാതത്തിൽ ഉണർന്ന് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. യോശുവ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം. യോശുവ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിളിച്ചു പറയുകയാണ്, നീ പോകുന്നിടത്തൊക്കെയും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം പോകുന്ന എല്ലാ വഴികളിലും, നാം പോകുന്ന എല്ലാ ദുർഘട അവസ്ഥകളിലും, വേദനാജനകമായ എല്ലാ സാഹചര്യങ്ങളിലും, സങ്കടകരമായ എല്ലാ കാര്യങ്ങളിലും, ആപത്തുകൾ നിറഞ്ഞതായ സാഹചര്യങ്ങളും, മുള്ളും കല്ലുകളും നിറഞ്ഞതായ സാഹചര്യങ്ങളും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോശുവയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, യോശുവയെ നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ സഞ്ചരിക്കുന്നവനാണ് ഞാനെന്ന് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദനാണോ? അർത്ഥാൽ ദൈവത്തെ അറിയുന്ന ഒരു ദൈവവേദനാണോ? നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കപ്പെട്ട ഒരു ദൈവവേദനാണോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ കൂടെ ദൈവിക സാന്നിധ്യമുണ്ട്. സ്തോത്രം. നാം പോകുന്ന വഴികളെ കുറിച്ച് നമുക്ക് തിട്ടമില്ലെങ്കിലും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പര്യവസാനിക്കുമെന്ന് നമുക്കറിയത്തില്ലെങ്കിലും, അറിയാവുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാണ്. സ്തോത്രം. നീ പോകുന്ന വഴികളിൽ നീ എവിടെ ചെല്ലുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ കിടന്നുറങ്ങി പ്രഭാതം കാണുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് രാത്രിയിൽ നാം കിടക്കയിലേക്ക് പോയെങ്കിലും പ്രഭാതം കാണുവാനും ഈ വചനം കേൾക്കുവാനും ദൈവം സഹായിച്ചെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ വചനം പറഞ്ഞ ശേഷം അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. സ്തോത്രം. എന്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ യാത്രകളിൽ, നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നാം എന്തുകൊണ്ട് ഭയപ്പെട്ടു പോകരുത്? നാം പോകുന്ന എല്ലാ മേഖലകളിലും നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ദൈവവേദനെ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതായ ചില സംരംഭങ്ങൾ, നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതായ ചില സാഹചര്യങ്ങൾ, ചില വിഷയത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ചില ദുർഘടങ്ങളുണ്ട്, ചില പ്രതികൂലങ്ങളുണ്ട്, ചില വിഷമങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മീൻപിടുത്തത്തിനായി വള്ളവും വലയും എടുത്തുകൊണ്ട് കടലിലേക്ക്, ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന മത്സ്യബന്ധനക്കാർ, അവർ മുൻപോട്ട് പോകുമ്പോൾ ഉയർന്നു വരുന്ന തിരമാല കണ്ടിട്ടോ, ഉയർന്നു വരുന്ന കാറ്റ് കണ്ടിട്ടോ അവരൊരിക്കലും പിന്മാറാറില്ല. കാരണം അവരുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ഉപജീവനത്തിന് വേണ്ട മീനിനെ പിടിച്ചു കൊണ്ടുവരണം. എന്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവവേദന നിന്റെ ഉള്ളിൽ തട്ടി ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്നെ എന്ത് ലക്ഷ്യത്തോടു കൂടെയാണോ ദൈവ കരയിൽ നിന്നും അതേ ആഴത്തിലേക്ക് നിന്നെ ഇറക്കി വിട്ടത്, ആ ലക്ഷ്യം സാധിപ്പിക്കാതെ നിന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമല്ല. നീ പ്രതികൂലത്തിന്റെ നടുവിലാണ്. നിന്റെ കാറ്റ് നിനക്ക് നേരെ വിരോധമായിരിക്കുക, അതേ ഒരുപക്ഷെ കടൽ നിനക്ക് വിരോധമായിരിക്കുക, നിന്റെ കൂടെ ഉള്ളവർ ഒരുപക്ഷെ നിനക്ക് വിരോധികളായിരിക്കാം, നീ പാർക്കുന്ന കുടുംബത്തിലുള്ളവർ, നീ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തുള്ളവർ, നീ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് മണ്ഡലങ്ങൾ, എല്ലാ മേഖലയിലും നിനക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരിക്കാം. പക്ഷെ നീ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഒരു ദൈവമുണ്ട്. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേര് ഈ ദൂത് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാം? അതേ യോശുവയോട് പറഞ്ഞതുപോലെ, നിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഞാൻ ഒരു ദൂതനെ അയക്കുക.
യോശുവോട് പറഞ്ഞ അതേ വചനം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. എന്റെ ദൈവത്തിന് സ്തോത്രം. അതേ, അവിടെ പറയുന്ന വചനത്തിന്റെ ആ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. യോശുവോട് പറയുക, ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നിനക്ക് വേണ്ടത് എന്താണ്? നിനക്ക് ഉറപ്പാണ് വേണ്ടത്. നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് ധൈര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടിട്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തയവിറക്കി നീ അധൈര്യപ്പെടേണ്ട ഒരു ദൈവമൈതലല്ല. നിന്റെ ഉള്ളിലുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സകലത്തെയും കീഴടക്കിയ ദൈവത്തിന്റെ ആത്മാവ്, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ ആത്മാവ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതായ ദൈവത്തിന്റെ ആത്മാവ്, ആ ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു കാണും. നിന്റെ വ്യക്തി ജീവിതത്തില്, നിന്റെ കുടുംബ ജീവിതത്തില്, നിന്റെ ആത്മീക മണ്ഡലങ്ങളിൽ, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നിനക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു കാണാം. എന്നാൽ അതിനെ ഓർത്തിട്ട് വീണ്ടും വീണ്ടും ഭയപ്പെട്ട് നീ മുൻപോട്ട് പോകുവാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നീ മുമ്പോട്ട് പോകുകയാ. നിന്റെ കൂടെ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു യാത്രയ്ക്കായി നിങ്ങൾ പുറപ്പെടുക. ദൈവം എന്തുദ്ദേശത്തോടു കൂടിയാണോ നിങ്ങളെ വിളിച്ചിറക്കിയത്, ആ ലക്ഷ്യം സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, നല്ല ചെയ്ത ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. വഴിയിൽ പതിയിരിക്കുന്ന എല്ലാ അമലേക്കിന്റെ പോരുകളെയും തകർത്ത് വിശ്വാസത്തോടെ നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ദൈവശക്തനാണ്. ഈ വചനങ്ങളാൽ ഇന്ന് പകൽ വേളയിൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.